പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോട് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ടതായ ഈ നിലപകൽക്കാലം വീണ്ടും JCNDSD അഥവാ യേശു ക്രിസ്തുവിൻ്റെ പുതിയ നിയമരക്ഷയുടെ ഉപദേശം എന്ന ഈ വാട്സപ്പ് കൂട്ടായ്മയിൽ നിത്യജീവമൊഴികൾ എന്ന വിശുദ്ധ വചന പരമ്പരയിൽ എളിയവന് ഒരു പ്രാവശ്യം കൂടെ കടന്നു വരുവാനും ജീവനുള്ള ദൈവത്തെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ ദൈവവചനത്തിലൂടെ വീണ്ടും ഓർമ്മപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവം എളിയവന് കൃപ നൽകിയതുകൊണ്ട് ദൈവത്തെ തീയതിയുമായി സ്തുതിക്കുന്നു. ദൈവം ആർ എന്ന വിഷയമാണ് ഞാൻ ചില നാളുകളായി നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അതേ വിഷയം തന്നെയാണ് ഇന്ന് ഈ വൈകിയ സമയത്തും സംസാരിക്കപ്പെടുവാൻ താല്പര്യപ്പെടുന്നത്. അന്ത്യകാലമാണ്, നമ്മുടെ കർത്താവിൻ്റെ വരവ് നമ്മുടെ ഏറ്റവും അടുത്തിരിക്കുന്നു. ഈ കാലഘട്ടത്തിൽ പല നിലകളിലുള്ളതായ വ്യാജ ഉപദേശങ്ങൾ ലോകത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് സത്യസന്ദേശം എന്താണ്, സത്യദൈവം ആരാണ്, ദൈവവചനം പഠിപ്പിക്കുന്നത് ഏത് വിധത്തിലാണ് എന്നതിനെ സംബന്ധിച്ചുള്ള ശരിയായിട്ടുള്ള ഒരു അറിവ് നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ദൈവസന്നിധിയിൽ നമുക്ക് വിശ്വസ്തമായി നിൽക്കുവാനും അവൻ്റെ വരവെങ്കിൽ അവനോടുകൂടെ അവൻ്റെ രാജ്യത്തിൽ പങ്കാളിത്തം വഹിക്കുവാനും സാധ്യമായി തീരുകയുള്ളൂ എന്ന് സ്തോത്രം പ്രാരംഭമായിട്ട് ഓർമ്മപ്പെടുത്തുവാൻ താല്പര്യപ്പെടുകയാണ്. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഗ്രൂപ്പിൻ്റെ അഡ്മിന്മാർക്കും ഇതിൻ്റെ സംഘാടകരായിരിക്കുന്ന മറ്റു പ്രിയപ്പെട്ടവർക്കും നിത്യേന തിരുവചനത്തിൻ്റെ സത്യസന്ദേശം യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയും ഒക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ദൈവദാസന്മാരെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരിക്കൽ കൂടെ എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ 17 എപ്പിസോഡുകളിലായി ദൈവം ആർ എന്ന വിഷയം നാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വിഷയം നാം എത്ര പഠിച്ചാലും അതിനൊരു പൂർണ്ണത വരുത്തുവാൻ സാധ്യമല്ല. എന്നാൽ ഈ കാലഘട്ടത്തിൽ ലോകത്തിൽ പെരുകിക്കൊണ്ടിരിക്കുന്ന ദുരുപദേശങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ ദൈവത്തെക്കുറിച്ച് ശരിയായ അറിവ്, ദൈവത്തെ അറിയണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ആവശ്യമാണ്. എല്ലാവരും അത് ആഗ്രഹിക്കുന്നില്ല. ദൈവത്തെ അറിയുവാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് അവർക്കറിയുവാൻ ഈ വചന സന്ദേശം അനുഗ്രഹമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുകയാണ്. ശരിയായുള്ള അറിവ് ദൈവത്തെ അറിയുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ആവശ്യമായിരിക്കാൻ ജീവനുള്ള ഏക സത്യദൈവത്തെക്കുറിച്ച് പഠിപ്പിക്കുക എന്നത് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു വിഷയമാണ്. സത്യദൈവത്തെക്കുറിച്ചുള്ളതായ വചനത്തെ ദുർവ്യാഖ്യാനങ്ങൾ നടത്തി ദൈവത്തിന് ബഹുത്വം കൽപ്പിക്കുകയും അതനേക വ്യക്തി ജീവിതങ്ങൾ ലോകത്തിൽ പ്രചരിപ്പിക്കുകയും ലോകത്തിൻ്റെ ദൈവമായ പിശാച് അതിനെ കൂടുതൽ പ്രചാരണത്തിനായിട്ട് വ്യക്തികൾക്ക് കൂടുതൽ പ്രചോദനം നൽകുകയും
ജീവനുള്ള ദൈവത്തിൻ്റെ ദൈവത്വത്തെയും വിശുദ്ധിയെയും ദുർബലപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം. സത്യദൈവത്തിൻ്റെ യഥാർത്ഥമായ സത്യമാർഗങ്ങളെ ദുർബലപ്പെടുത്തുക എന്ന ചിന്തയോടെയാണ് ശത്രുവാകുന്നവൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനായി ലക്ഷക്കണക്കിന് പ്രചാരകരെ അവൻ്റെ നേതൃത്വത്തിൽ ലോകമെമ്പാടും അവൻ ഇറക്കിവിട്ടിട്ടുണ്ട്. സർവശക്തനായ ദൈവത്തിൻ്റെ ഏകത്വത്തെ എതിർക്കുന്നവരും യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം തിരസ്കരിക്കുന്നവരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വിശ്വാസത്തെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വിശ്വാസ സ്നാനത്തെയും ഒക്കെ എതിർക്കുകയും അതിന് വിരോധമായി ചില മുടന്തൻ ന്യായങ്ങളുമായി പ്രത്യക്ഷപ്പെടുന്നവരെ പിശാച് ഉപയോഗിക്കുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. അക്കൂട്ടർ പിശാചിൻ്റെ കൂട്ടാളികളും അവൻ്റെ പ്രചാരവേലക്കാരുമാണ് എന്ന് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് അങ്ങനെയുള്ളവർ ലോകത്തിൽ പെരുകിക്കൊണ്ടിരിക്കുന്നു എന്നതിനാൽ നമ്മുടെ ദൈവം ആര് എന്ന് അറിയുന്നത് ഏറ്റവും വിലപ്പെട്ട കാര്യമാണ്. അതിനായി ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നു. ദൈവം എളിയവന് നൽകിയ കൃപയ്ക്കൊത്തവണ്ണം സത്യദൈവത്തെ സംബന്ധിച്ച് ചില വസ്തുതകൾ നിങ്ങളോട് സംസാരിക്കപ്പെടേണ്ടതിന് വേണ്ടി ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ നാളുകളിലൊക്കെ ദൈവം ആര് എന്നുള്ളതായ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാനിടയായി തീർന്നു. തുടർന്നും ദൈവം ആര് എന്ന വിഷയത്തെ സംബന്ധിച്ച് ചില സത്യങ്ങൾ നിങ്ങളോട് കൈമാറുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. നമുക്ക് പ്രാർത്ഥനയോടെ വചനം ശ്രവിക്കാൻ ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ദൈവം സത്യവാനും വിശ്വസ്തനുമാകുന്നു. അത് എല്ലാവർക്കും ഒരുപോലെ അറിയുവാൻ കഴിയുന്ന കാര്യവുമല്ല. ദൈവം സത്യവാനാണെന്നും വിശ്വസ്തനാണെന്നും അവൻ ഏകനാണെന്നും എല്ലാവർക്കും ബോധ്യമാകുന്നില്ല. പലരും പല നിലകളിലുള്ളതായ ചിന്താഗതിക്കാരായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ദൈവവചനത്തിൻ്റെ യാഥാർത്ഥ്യം എന്ത് പറയുന്നു എന്നുള്ളതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമായിട്ടുള്ള വിഷയം. അതിനുവേണ്ടിയുള്ളതായ ഒരു അന്വേഷണവും തെരച്ചിലുമാണ് ഈ അന്ത്യനാളുകളിൽ നാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. അതിനായി പ്രാർത്ഥനയോടെ നമുക്ക് ദൈവവചനം പരിശോധിക്കാം. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. റോമാലേഖനം 3-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യഭാഗങ്ങൾ പ്രാരംഭമായി വായിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. ചിലർ വിശ്വസിച്ചില്ല എങ്കിൽ അവരുടെ അവിശ്വാസത്താൽ ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് നീക്കം വരുമോ? ഒരു നാളുമില്ല. നിന്റെ വാക്കുകളിൽ നീ നീതീകരിക്കപ്പെടുവാനും നിന്റെ ന്യായവിസ്താരത്തിൽ ജയിപ്പാനും എന്നെഴുതിയിരിക്കുന്നത് പോലെ ദൈവം സത്യവാൻ, സകല മനുഷ്യരും ഭോഷ്ക് പറയുന്നവർ എന്നേ വരൂ എന്ന് ആ വാക്യഭാഗത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. സത്യവാനായ ദൈവത്തെ സംബന്ധിച്ച് സത്യവചനം യഥാർത്ഥമായി പ്രസംഗിക്കുന്ന ദൈവദാസന്മാർ ദൈവവചനത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ സംസാരിക്കുമ്പോൾ അനേകർക്കും അതങ്ങോട്ട് വിശ്വസിക്കുവാനും അംഗീകരിക്കുവാനും കഴിയാത്ത നിലയിൽ ശത്രു പലരുടെയും ഹൃദയങ്ങളെ കഠിനമാക്കിക്കൊണ്ട് വ്യാജമായ ചില ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അത്തരക്കാരായ ആളുകളുടെ ഹൃദയത്തിൽ പിശാച് നൽകിക്കൊണ്ടിരിക്കുകയാണ്.
അങ്ങനെ സത്യവചനത്തെ വിശ്വസിക്കാതെ ഒരു കൂട്ടം ആളുകൾ അവിശ്വസ്തരായി തീർന്നാലും ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് ഒരിക്കലും നീക്കം വരികയില്ല എന്നാണ് തിരുവചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. നിന്റെ വാക്കുകളിൽ നീ നീതീകരിക്കപ്പെടുവാനും നിന്റെ ന്യായവിസ്താരത്തിൽ ജയിപ്പാനും എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ദൈവം സത്യവാൻ, സകല മനുഷ്യരും ഭോഷ്ക് പറയുന്നവർ എന്നേ വരൂ എന്ന് ആ ഭാഗത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. നമ്മുടെ ദൈവം സത്യവാനും വിശ്വസ്തനുമാകുന്നു. അത് അവൻ്റെ സ്ഥിതിക്ക് ഒരിക്കലും മാറ്റം വരികയില്ല. അവൻ എന്നേക്കും യഥമാനായിരിക്കുന്ന ദൈവമാണ്. സ്തോത്രം. അതുകൊണ്ട് ചില ആളുകൾ ഈ സത്യം വിശ്വസിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് ഒരിക്കലും ഭംഗം വരികയില്ല, നീക്കം വരികയില്ല എന്ന് ദൈവവചനത്തിലൂടെ നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുകയാണ്. സംഖ്യാപുസ്തകം 23-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യഭാഗം വായിക്കുമ്പോൾ അവിടെ നമുക്ക് വായിക്കുവാൻ കഴിയുന്നത് ഇങ്ങനെയാണ്: വ്യാജം പറവാൻ ദൈവം മനുഷ്യനല്ല, അനുതപിപ്പാൻ അവൻ മനുഷ്യപുത്രനുമല്ല. താൻ കൽപ്പിച്ചത് ചെയ്യാതിരിക്കുമോ? താൻ അരുളി ചെയ്തത് നിവർത്തിക്കാതിരിക്കുമോ? ഇവിടെ നമ്മൾ വായിക്കുന്നത് വ്യാജം പറയുവാൻ ദൈവം മനുഷ്യനല്ല, മനുഷ്യൻ വ്യാജം പറയും. എന്നാൽ ദൈവത്തിന് വ്യാജം പറയുവാൻ കഴിയുകയില്ല. പിശാചിന് വ്യാജം പറയുവാൻ കഴിയും. പിശാച് വ്യാജം പറയുന്നവനും അവൻ്റെ അപ്പനുമാകുന്നു എന്ന് തിരുവചനത്തിലൂടെ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. എന്നാൽ ദൈവത്തിനൊരിക്കലും വ്യാജം പറയുവാൻ കഴിയുന്നതല്ല, അവൻ അനുതപിപ്പാൻ കഴിയുന്നതല്ല. അവൻ മനുഷ്യപുത്രനല്ലാത്തത് കൊണ്ട് താൻ കൽപ്പിച്ചതായ കാര്യങ്ങൾ അങ്ങനെ തന്നെ അവൻ ചെയ്യും. താൻ അരുളി ചെയ്ത കാര്യങ്ങൾ നിവർത്തിയാകുകയും ചെയ്യുമെന്നാണ് ഈ വചനഭാഗത്തിൽ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്. ദൈവം വ്യാജം പറയുന്നവനല്ല. സത്യം എന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആകുന്നു എന്ന് തിരുവെഴുത്തിൽ കർത്താവ് തന്നെ നമ്മോട് സംസാരിച്ചിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യഭാഗത്തിൽ യേശു അവനോട്, ഇത് ഫിലിപ്പോസിനോട് സംസാരിച്ച കാര്യമാണ്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. ദൈവം സത്യമാണ്. കർത്താവ് പറയുന്നു, ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവനും. ഏക സത്യ ദൈവം പഴയ നിയമത്തിൽ യഹോവയായ ദൈവം എന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നു എങ്കിൽ പുതിയ നിയമത്തിൽ ആ ഏക സത്യ ദൈവം യേശു ക്രിസ്തു ആകുന്നു എന്ന് വളരെ വ്യക്തമായിട്ടും തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യഭാഗത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. സ്തോത്രം. ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു എന്ന് കാണുവാൻ കഴിയുന്നു. സർവശക്തനായ ദൈവം മാനവകുലത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി മനുഷ്യവേഷമെടുത്ത് ലോകത്തിലേക്ക് വരേണ്ടത് ആവശ്യമായിരുന്നു എന്ന് സ്വർഗത്തിലെ ദൈവം കണ്ട് അവൻ മനുഷ്യവേഷമെടുത്ത് ലോകത്തിലേക്ക് വന്നു. എങ്കിലും അതവൻ്റെ മുൻ നിർണയപ്രകാരം അവൻ ചെയ്ത പ്രവൃത്തിയാണ്.
അവൻ തന്നെയാണ് പുത്രനായിട്ട് ലോകത്തിലേക്ക് വരുവാനിടയായി തീർന്നത് എന്ന് തിരുവചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ ആകുന്നു എന്നാണ്. ഇത് പഠിക്കുമ്പോൾ യോഹന്നാന്റെ 1-ാമത്തെ ലേഖനം 5-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യഭാഗവും കൂടെ നമ്മൾ ചേർത്ത് പഠിക്കേണ്ടത് ആവശ്യമാണ്. ദൈവപുത്രൻ വന്നു എന്നും സത്യദൈവത്തെ അറിയുവാൻ നമുക്ക് വിവേകം തന്നു എന്നും നാം അറിയുന്നു. നാം സത്യദൈവത്തിൽ അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ തന്നെയാകുന്നു. അവൻ സത്യദൈവവും നിത്യജീവനുമാകുന്നു എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. യേശു ക്രിസ്തു സ്തോത്രം ദൈവപുത്രനായി ലോകത്തിലേക്ക് വരുവാനിടയായി തീർന്നത് കൊണ്ടാണ് സത്യദൈവത്തെ നമുക്ക് അറിയുവാനുള്ളതായ ഭാഗ്യമുണ്ടായത്. നാം യഥാർത്ഥത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ, യേശു ക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ നാം സത്യദൈവത്തിലാണ്. എന്നാൽ അവന്റെ പുത്രനായ അല്ലെങ്കിൽ സത്യദൈവം അയച്ച യേശു ക്രിസ്തുവില് തന്നെയാകുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ആ യേശു ക്രിസ്തു സത്യദൈവവും നിത്യജീവനുമാകുന്നു എന്ന് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. യേശു ക്രിസ്തു സത്യദൈവമാണ്, അവൻ നിത്യജീവനാണ്. അവനെ അറിയുന്നത് തന്നെ നിത്യജീവൻ എന്ന് കർത്താവിൻ്റെ ദാസനെ ഓർമ്മപ്പെടുത്തുകയാണ്. കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവനും. ഞാൻ മുഖാന്തരമല്ലാതെ ആർക്കും പിതാവിൻ്റെ അടുക്കൽ എത്തുവാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ, മറ്റൊരിടത്ത് അവൻ പറഞ്ഞിരിക്കുന്നത്, ഞാനും പിതാവും ഒന്ന് തന്നെയാണ്, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. സ്തോത്രം. ദൈവത്തിൻ്റെ സത്യവും വിശ്വസ്തതയും കുറ്റമറ്റതാകുന്നു എന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നുണ്ട്. ദൈവപ്രകൃതിയുടെ പൂർണ്ണതയാണ് സ്നേഹം. ദൈവസ്നേഹത്തിൻ്റെ പ്രതിഫലനമാണ് പ്രപഞ്ച സൃഷ്ടി അഥവാ കാൽവറി ക്രൂസ് എന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. ദൈവ സ്നേഹത്തിൻ്റെ പ്രതിഫലനമാണ്. യോഹന്നാന്റെ 1-ാമത്തെ ലേഖനം 4-ാം അധ്യായത്തിന്റെ 7-8 വാക്യഭാഗങ്ങൾ വായിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, നാം അന്യോന്യം സ്നേഹിക്കുക. സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു, ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. ദൈവം സ്നേഹം തന്നെ എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുകയാണ്. ദൈവം സ്നേഹമാണ്. ദൈവത്തിൻ്റെ മക്കൾ അന്യോന്യം സ്നേഹിക്കുന്നവരായിരിക്കണം. സ്നേഹം ദൈവത്തിൽ നിന്നും വരുന്നതാണ്. സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു, ദൈവത്തെ അറിയുകയും ചെയ്തിരിക്കുന്നു എന്നാണ് ഈ തിരുവചന ഭാഗത്തിലൂടെ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. ദൈവം സ്നേഹമാകുന്നു എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യഭാഗത്തിൽ നാം വായിക്കുന്നത്, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. കർത്താവായ യേശു ക്രിസ്തുവിൽ
വിശ്വസിക്കുന്ന ഒരു വ്യക്തി നശിച്ചു പോകാതെ നിത്യജീവന്റെ അവകാശിയായി തീരും. ആ നിത്യജീവൻ സകല മനുഷ്യർക്ക് ലഭിക്കണമെന്നുള്ളതായ ചിന്തയോടുകൂടിയാണ് ദൈവം യേശുവിനെ ഈ ലോകത്തിന് വേണ്ടി അർപ്പിക്കുവാനിടയായി തീർന്നത്, അല്ലെങ്കിൽ യാഗമാക്കി തീർക്കുവാനിടയായി തീർന്നത്. അത്രമാത്രം ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്നാണ് ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുന്നത്. ദൈവത്തിൻ്റെ വിശുദ്ധി, അവൻ്റെ സത്യം, അവൻ്റെ സ്നേഹം, അവൻ്റെ ദയ, കൃപ, ഇവയെല്ലാം നമ്മുടെ ദൈവത്തിൻ്റെ നന്മ പ്രവൃത്തികളാണ് എന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നുണ്ട്. ദൈവം എല്ലാവർക്കും നല്ലവനാകുന്നു എന്ന് തിരുവചനത്തിലൂടെ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. സ്തോത്രം. ദൈവം എല്ലാവർക്കും നല്ലവനാകുന്നു എന്ന് പറയുമ്പോൾ കർത്താവ് ഒരു ഉപമ പറഞ്ഞത്, സ്തോത്രം, തൻ്റെ തോട്ടത്തിൽ വേലയ്ക്കായിട്ട് വേലക്കാരെ വിളിച്ചാക്കുവാനിടയായി തീർന്നു. ഒരു കൂട്ടം ആളുകളോട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ തോട്ടത്തിൽ വരിക, നിങ്ങൾ മെനക്കെട്ട് നിൽക്കേണ്ട, നിങ്ങൾക്ക് ഒരു വെള്ളിക്കാശ് നിങ്ങളുടെ വേലയ്ക്ക് കൂലിയായി പ്രതിഫലമായിട്ട് ഞാൻ നൽകാം എന്ന് പറഞ്ഞു. ആ കാലഘട്ടത്തിൽ നൽകുന്നതായ ജോലിക്കൂലിയിൽ മാന്യമായിട്ടുള്ള ഒരു എമൗണ്ടാണ് ആ യജമാനൻ കൊടുക്കാമെന്ന് പറഞ്ഞത്. അത് കേട്ട ഉടനെ ഒരു കൂട്ടം ആളുകൾ അവൻ്റെ തോട്ടത്തിൽ വേലയ്ക്കായി കടന്നു ചെന്നു. അവർ ചെന്ന സമയം മുതൽ തോട്ടത്തിൽ വേല ആരംഭിച്ചു. ചില സമയങ്ങൾ കഴിഞ്ഞതിന് ശേഷം അവൻ്റെ ആളുകളിൽ ചിലരെ തെരുക്കളിലും കോണുകളിലും ഒക്കെ അയച്ച് മെനക്കെട്ട് നിൽക്കുന്നതായ ആളുകളെ കൂട്ടിക്കൊണ്ടുവരുവാൻ പറഞ്ഞു. അവർ കടന്നുപോയി ചില ആളുകളെ കൂട്ടിക്കൊണ്ടുവന്നു. 9-ാം മണി നേരത്തും 12-ാം മണി നേരത്തും 3-ാം മണി നേരത്തും ഒക്കെ വിവിധ സമയങ്ങളിലായി വേലക്കാർ കടന്നു വന്ന് തോട്ടത്തിൽ വേല ചെയ്യുവാനിടയായി. അങ്ങനെ തോട്ടത്തിൽ വേല ചെയ്തു. ജോലി നിർത്തേണ്ടുന്ന സമയമായി. ജോലിക്കാരെല്ലാവരും കൂലിക്ക് വേണ്ടി ആ യജമാനന്റെ അടുക്കൽ നിരനിരയായി നിൽക്കുവാനിടയായി തീർന്നു. അവൻ കൂലി കൊടുക്കുവാൻ തുടങ്ങിയപ്പോൾ ഒടുവിൽ വന്നതായ ആളുകൾക്കാണ് ആദ്യം പ്രതിഫലം കൊടുക്കുവാനിടയായി തീർന്നു. ഒടുവിൽ വന്നതായ ആളുകൾക്ക് ഒരു വെള്ളിക്കാശ് അവൻ പ്രതിഫലമായി കൊടുത്തു. അത് കണ്ടപ്പോൾ കുറെ കൂടെ നേരത്തെ വന്നതായ ആളുകൾ കരുതി, ഈ യജമാനൻ ഞങ്ങൾക്ക് കുറെ കൂടെ കൂടുതൽ സാമ്പത്തികം തരും. കാരണം ഈ പിൻപന്മാരായ ആളുകളെക്കാൾ എത്രയോ മണിക്കൂറുകൾ മുൻപേ ഞങ്ങൾ വേലയ്ക്കിറങ്ങിയവരാണ്. അങ്ങനെ രണ്ടാമത്തെ സെക്ഷൻ ആളുകൾ വന്നപ്പോഴും അവർക്കും ഒരു വെള്ളിക്കാശ് തന്നെയാണ് കൊടുത്തത്. അങ്ങനെ പല സെക്ഷനിലായിട്ട് കടന്നു വന്ന ഓരോരുത്തർക്കും ഒരുപോലെ അവൻ കൂലി കൊടുത്തു. ഏറ്റവും ആദ്യം രാവിലെ സമയത്ത് തന്നെ ജോലിക്ക് വന്നിറങ്ങിയവർ വിചാരിച്ചു, ഞങ്ങൾക്ക് ഇവരെക്കാളൊക്കെ കൂടുതൽ സാമ്പത്തികം ലഭിക്കുവാനിടയായി തീരും എന്നവർ ചിന്തിച്ചു കൊണ്ടിരുന്നു. എന്നാൽ അവരെ വിളിച്ച് അവർക്കും കൂലി കൊടുത്തപ്പോൾ അവരോട് പറഞ്ഞൊത്തിരുന്നതായ ഒരു വെള്ളിക്കാശ് തന്നെയാണ് കൊടുത്തത്.
അപ്പോൾ അവർക്ക് ചിലർക്കൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ടായി. ഞങ്ങൾ എത്രയോ സമയങ്ങൾക്ക് മുൻപേ ജോലിക്കിറങ്ങിയവരാണ്, ഞങ്ങൾക്കും ഇപ്പോൾ വന്ന് ജോലിക്കിറങ്ങിയതായ ഏറ്റവും പിൻപന്മാരായ ആളുകൾക്കും നീ ഇതേ കൂലി തന്നെ കൊടുത്തുവല്ലോ, ഞങ്ങളോടും അങ്ങനെ തന്നെയാണല്ലോ പെരുമാറിയിരിക്കുന്നത് എന്ന് പറഞ്ഞ് പിറുപിറുക്കുവാനിടയായി തീർന്നു. അപ്പോൾ കർത്താവ് അവരോട് പറഞ്ഞ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുവാനായിട്ടാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. കർത്താവ് അവരോട് പറഞ്ഞത്, നിന്നെ വേലയ്ക്കായി വിളിക്കുമ്പോൾ ഞാൻ ഇന്ന പ്രതിഫലം തരാം എന്ന് പറഞ്ഞൊത്തല്ലേ വിളിച്ചത്. നിന്നോട് പറഞ്ഞിരുന്നതായ ശമ്പളം നിനക്ക് കിട്ടിയല്ലോ, നീ എന്തിനു പിറുപിറുക്കുന്നു? നിന്നോട് പറഞ്ഞൊത്ത ആ ശമ്പളം അല്പം പോലും ഞാൻ കുറച്ചിട്ടില്ല, അത് നിനക്ക് നൽകുവാനിടയായി തീർന്നു. പക്ഷേ എനിക്കുള്ളതിൽ നിന്നും ഞാൻ അവർക്കും അതുപോലെ ശമ്പളം കൊടുത്തു. ഞാൻ നല്ലവനാകുന്നത് കൊണ്ട് നിന്റെ കണ്ണ് കടിക്കുന്നുവോ എന്ന് കർത്താവ് ചോദിക്കുവാനിടയായി തീർന്നു. ഇവിടെ തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് നമ്മുടെ കർത്താവ് അഥവാ സർവശക്തനായ ദൈവം എല്ലാവർക്കും നല്ലവനാകുന്നു എന്നാണ്. അവൻ ആരോടും മുഖപക്ഷം കാണിക്കുന്നവനല്ല, അവൻ എല്ലാവർക്കും ഒരുപോലെ കൃപ ചെയ്യുന്നു എന്നാണ് ദൈവത്തിന്റെ വചനത്തിലൂടെ നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുന്നു. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 44-45 വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ, ഞാനോ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. ഒരു ദൈവ പൈതലിന്റെ കർത്തവ്യമാണ് ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. സ്തോത്രം. ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി, സ്തോത്രം, ശത്രുക്കളെ സ്നേഹിക്കുകയും ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്നാണ് നമ്മുടെ അരുമമണവാളനായിരിക്കുന്ന കർത്താവ് പഠിപ്പിക്കുന്നത്. എന്നാൽ മറ്റ് പല ഇടങ്ങളിലും ശത്രുവിനെ നിഗ്രഹിക്കുവാനും ശത്രുവിനെ ഇല്ലായ്മ ചെയ്യുവാനും പഠിപ്പിക്കുമ്പോൾ നമ്മുടെ കർത്താവ് പഠിപ്പിക്കുന്നത് ശത്രുവിനെ സ്നേഹിപ്പാനായിട്ടാണ്. സ്തോത്രം. അതിന്റെ 45-ാമത്തെ വാക്യഭാഗത്തിൽ ഇങ്ങനെ കാണുന്നു, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ അവൻ ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും സൂര്യനെ ഉദിപ്പിക്കുന്നു, നീതിമാന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും മഴ പെയ്യിക്കുകയും ചെയ്യുന്നു എന്നാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. നമ്മുടെ ദൈവം നല്ലവനായതുകൊണ്ട് നീതിമാന്മാരെയും നീതികെട്ടവരെയും താൻ സ്നേഹിക്കുന്നു. അവരുടെ മേൽ സൂര്യനെ ഉദിപ്പിക്കുകയും മഴ പെയ്യിക്കുകയും ചെയ്യുന്നു എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. അതിൻ്റെ ഉദ്ദേശം കർത്താവിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഇവരെല്ലാവരും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ എന്ന് ദൈവത്തിൻ്റെ സ്നേഹവും കരുതലും മനസ്സിലാക്കി അനേകം പ്രിയപ്പെട്ടവർ ജീവനുള്ള ദൈവത്തിൻ്റെ മക്കളായി തീരേണ്ടതിന് വേണ്ടിയാണ് ദൈവം ഇങ്ങനെ പ്രവർത്തിക്കുന്നത് എന്ന് ദൈവവചനത്തിലൂടെ കാണുവാൻ കഴിയുന്നു. ദൈവം കരുണാസമ്പന്നും മനസ്സലിവും ദയയും ഉള്ളവനാകുന്നു എന്ന് തിരുവചനത്തിലൂടെ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യഭാഗത്തിൽ ഇങ്ങനെ നാം കാണുന്നു, കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും കൃപയാൽ അത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അവിടെ കാണുവാൻ കഴിയുന്നു. നമ്മുടെ കർത്താവ് കരുണാസമ്പന്നനാണ്.
അവന് തൻ്റെ മക്കളോട് മനസ്സലിയും ദയയും ഉള്ളവനാകുന്നു. നാം ഒരു കാലഘട്ടത്തിൽ അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്നു എന്ന് കാണുവാൻ കഴിയുന്നു. പാപത്തിൽ കഴിഞ്ഞുകൂടിയവരാണ്, ലോകത്തിൻ്റെ മാർഗങ്ങളിൽ കഴിഞ്ഞുകൂടിയവരാണ്. എന്നാൽ കരുണാസമ്പന്നനായ കർത്താവ് തന്നോടുകൂടെ നമ്മെ ജീവിപ്പിക്കുകയും അവൻ്റെ കൃപയാൽ അത്രേ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് തിരുവചനത്തിലൂടെ പഠിക്കുവാൻ കഴിയുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയാലാണ് നാം ഈ രക്ഷയുടെ സന്തോഷം അനുഭവിക്കുവാൻ ഇടയായി തീർന്നത് എന്ന് എഫെസോസിലുള്ളതായ വിശ്വാസികളോട് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്. പ്രിയമുള്ള ശ്രോതാക്കളെ, ദൈവമക്കളെ, നമ്മുടെ കർത്താവ് കരുണാസമ്പന്നനായ ദൈവമാണ്. അവൻ്റെ മഹാസ്നേഹം നിമിത്തമായിട്ടാണ് അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ കർത്താവായ യേശു ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും അവൻ്റെ കൃപയാൽ അത്രേ നാം ഓരോരുത്തരും രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുകയാണ്. സങ്കീർത്തനങ്ങൾ 103 അധ്യായത്തിൻ്റെ 17 വാക്യഭാഗം നാം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, യഹോവയുടെ ദയയോ എന്നും എന്നേക്കും അവൻ്റെ ഭക്തന്മാർക്കും അവൻ്റെ നീതി മക്കളുടെ മക്കൾക്കും ഉണ്ടാകും എന്നാണ്. യഹോവയുടെ ദയ എന്നും എന്നേക്കും അവൻ്റെ ഭക്തന്മാർക്കുണ്ടാകും, അവൻ്റെ നീതി മക്കളുടെ മക്കൾക്കുമുണ്ടാകും എന്ന് തിരുവചനത്തിലൂടെ നമുക്ക് പഠിക്കുവാൻ കഴിയും. അർഹതയില്ലാത്തവർക്ക് അവൻ സൗജന്യമായി നൽകുന്ന ദൈവത്തിൻ്റെ കരുണയാണ് കൃപ എന്നത്. അർഹതയില്ലാത്ത ദാനം. ജാതികളായി ലോകത്തിൽ കിടന്നവരായ നമ്മെ, ആരും ശ്രദ്ധിക്കാതിരുന്ന നമ്മെ, ആരും കരുതാതെയിരുന്ന നമ്മെ, പുറംപറമ്പിൽ കെട്ടപ്പെട്ടിരുന്നതായ ജാതികളായ നമ്മെ സർവശക്തനായ ദൈവത്തിൻ്റെ കരുണയുടെ ആധിക്യ നിമിത്തമായിട്ട് അവൻ തൻ്റെ മക്കളായി തീരുവാൻ അധികാരം നൽകുകയും അർഹതയില്ലാതിരുന്ന സ്ഥാനത്ത് നമുക്ക് അവൻ്റെ കൃപ സൗജന്യമായി അവൻ നൽകി അവൻ്റെ സന്നിധിയിൽ നിൽക്കുവാനുള്ളതായ ഭാഗ്യം നൽകി എന്നാണ് ദൈവവചനത്തിലൂടെ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്. ജീവനുള്ള ദൈവത്തിൻ്റെ സൗജന്യമാണ്, ദാനമാണ് ഈ കൃപ ജാതികളായ നമുക്ക് ലഭിക്കുവാനിടയായി തീർന്നത്. അത് കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരമായിട്ടാണ് നമുക്ക് ലഭിച്ചത് എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. എഫേസ്യ ലേഖനം 1 അധ്യായത്തിൻ്റെ 3 മുതൽ 6 വരെയുള്ളതായ ഭാഗങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും കർത്താവായ യേശു ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നത് പിതാവായ ദൈവമാണ്. അവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു എന്നവിടെ കർത്താവിൻ്റെ ദാസൻ ഓർമ്മപ്പെടുത്തുകയാണ്. അവന് സകല മഹത്വവും സകല പുകഴ്ചയും അവന് നൽകേണ്ടതാകുന്നു എന്നാണ് കർത്താവിൻ്റെ ദാസൻ ഓർമ്മപ്പെടുത്തുന്നത്. നാം അവൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിൻ്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന്
അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തൻ്റെ കൃപാമഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിക്കുകയും ചെയ്തുവല്ലോ എന്നവിടെ കാണുവാൻ കഴിയുന്നു. സ്തോത്രം. ദൈവസന്നിധിയിൽ നാം വിശുദ്ധരായിരിക്കണം, നിഷ്കളങ്കരായിരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതിനെ ലോക സ്ഥാപനത്തിന് മുമ്പേ നമ്മെ കർത്താവിൽ തെരഞ്ഞെടുക്കുകയും തിരുഹിതത്തിൻ്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കുകയും ചെയ്തു എന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. ജാതികളായ നമ്മെ തൻ്റെ സ്വന്തം ജനമാക്കി തീർക്കുവാനിടയായി തീർന്നു. സ്തോത്രം. യേശുക്രിസ്തു മുഖാന്തരം അവന് പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തൻ്റെ കൃപാമഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിക്കുകയും ചെയ്തുവല്ലോ എന്നാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. ഇത് നമ്മുടെ ദൈവത്തിൻ്റെ മുൻ നിയമനമാണ്, മുൻ നിർണയമാണ്. ലോക സ്ഥാപനത്തിന് മുമ്പേ ദൈവം ജാതികളായ എന്നെയും നിങ്ങളെയും കർത്താവായ യേശുക്രിസ്തുവിൽ തെരഞ്ഞെടുത്തിരുന്നു എന്ന് തിരുവചനം വളരെ വ്യക്തമായിട്ട് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്തിനു വേണ്ടിയാണ് എന്നും അവിടെ പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുന്നു. നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് എന്ന് അവിടെ കാണുവാൻ കഴിയുന്നു. കർത്താവായ യേശുക്രിസ്തുവിനാൽ വിളിച്ചു വേർതിരിക്കപ്പെട്ടതായ ദൈവത്തിൻ്റെ മക്കൾ ഓരോരുത്തരും ദൈവസന്നിധിയിൽ വിശുദ്ധരായിരിക്കണം, നിഷ്കളങ്കരായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. തങ്ങൾക്ക് ബോധിച്ചതുപോലെ ജീവിക്കുവാനും തിരുവചനത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾക്ക് നിരക്കാത്തതായ ഉപദേശങ്ങളും പഠനങ്ങളുമൊക്കെ നടത്തി ജനത്തെ വഞ്ചിച്ചു കളയുന്നവരായ വഞ്ചകന്മാരുടെ വഞ്ചനയിൽ അകപ്പെട്ട് നശിക്കുവാൻ ഇടവരാതിരിക്കേണ്ടതിന് ദൈവവചനത്തിൻ്റെ സത്യത്തെ അറിയേണ്ട പോലെ അറിയുകയും സത്യവചനം യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജ കൂടാതെ കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുവാൻ യോഗ്യന്മാരായിരിക്കേണ്ടതിന് ഓരോ പ്രിയപ്പെട്ടവരും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കർത്താവും ദൈവവുമായി അംഗീകരിക്കേണ്ടത് ആവശ്യമാണ് എന്നാണ് ദൈവവചനം പഠിപ്പിക്കുന്നത്. സ്തോത്രം. സർവശക്തനായ ദൈവം ഏക സത്യ ദൈവമാണ്. ആ ദൈവത്തെക്കുറിച്ച് അറിയുക എന്നുള്ളതാണ് പരമപ്രാധാന്യമുള്ളതായ കാര്യം. ആ ദൈവം ആരാണെന്ന് അറിയുക എന്നുള്ളതാണ് നമ്മുടെ ഈ പഠനത്തിൻ്റെ ഉദ്ദേശം. ഇതിൻ്റെ എല്ലാം പ്രധാനമായ കാരണം ഇന്ന് ലോകം മുഴുവനും വ്യാജ ഉപദേശങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. വ്യാജ ഉപദേശത്തിൻ്റെ പ്രചാരകന്മാരായി ലക്ഷക്കണക്കിന് ആളുകൾ, സ്തോത്രം, കുഞ്ഞാടുകളുടെ വേഷം പൂണ്ട് കൊടിയ ചെന്നായ്ക്കൾ ലോകവ്യാപകമായിട്ട് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നു. ദൈവവചനത്തിൻ്റെ സത്യത്തെ അംഗീകരിക്കാതെ തങ്ങൾക്ക് ബോധിച്ചതുപോലുള്ളതായ ഉപദേശങ്ങൾ പെരുപ്പിച്ചുകൊണ്ട് ദൈവവചനത്തിൻ്റെ നിർമ്മലമാകുന്ന യാഥാർത്ഥ്യങ്ങളെ ത്യജിച്ചു കളയുന്ന വ്യാജന്മാരെ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ഇത്തരക്കാരായ ആളുകൾ പിശാചനും അവൻ്റെ അനുയായികൾക്കും അനുയോജ്യമായിട്ടുള്ള നിലയിൽ അവൻ്റെ തന്ത്രങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നവരാകുന്നു എന്ന് ദൈവവചനത്തിലൂടെ കാണുവാൻ കഴിയുന്നു. പത്രോസിൻ്റെ 1-ാമത്തെ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യഭാഗത്തിൽ ഇങ്ങനെ കാണുവാൻ കഴിയുകയാണ്: ഓരോരുത്തന് വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപയുടെ നല്ല ഗ്രഹവിചാരകന്മാരായി അതിനെ കൊണ്ട് അന്യോന്യം ശുശ്രൂഷിപ്പിനെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവം ഓരോരുത്തർക്കും നൽകിയിരിക്കുന്ന
ദൈവിക വരം ഓരോരുത്തർക്ക് ലഭിച്ചതുപോലെ വിവിധമായുള്ള ശുശ്രൂഷകളാണ് ദൈവം ഓരോരുത്തർക്കും നൽകിയിരിക്കുന്നത്. ആ ശുശ്രൂഷ നിറവടിയായി ചെയ്യുവാനിടയായി തീരണമെങ്കിൽ ദൈവകൃപയുടെ നല്ല ഗ്രഹവിചാരകന്മാരായി അതിനെ കൊണ്ട് തന്നെ അന്യോന്യം ശുശ്രൂഷിപ്പീനെന്നാണ് ദൈവവചനത്തിലൂടെ കാണുവാൻ കഴിയുന്നത്. സങ്കീർത്തനം 86-15 വാക്യഭാഗം വായിക്കുമ്പോൾ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, നീയോ കർത്താവേ കൃപയും കരുണയും നിറഞ്ഞ ദൈവമാകുന്നു, ദീർഘക്ഷമയും മഹാദയും വിശ്വസ്തതയും ഉള്ളവൻ തന്നെ എന്നവിടെ കാണുവാൻ കഴിയുന്നു. പ്രിയമുള്ള ദൈവമക്കളെ, ശ്രോതാക്കളെ, നമ്മുടെ ദൈവം ആർ എന്ന ആ വിഷയത്തിന്മേൽ ശരിയായിട്ടുള്ള ഒരു അറിവ് ദൈവമക്കളായിരിക്കും നമുക്ക് ഏവർക്കും ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. തെറ്റായ നിലകളിൽ പഠിപ്പിക്കുന്ന വ്യാജന്മാരുടെ വ്യാജ ഉപദേശത്തിൽ കുടുങ്ങി നിങ്ങൾക്ക് ദൈവം സൗജന്യമായി നൽകുന്ന രക്ഷയും ആ നിത്യജീവനും നഷ്ടപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ സത്യദൈവത്തെ അറിയേണ്ടും പോലെ അറിയുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും കരുണീയമായിരിക്കുന്ന കാര്യം എന്ന് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് ഒരേ ഒരു ദൈവം മാത്രമേ ഉള്ളൂ. ആ ദൈവം മനുഷ്യവർഗത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുവാൻ മനുഷ്യവേഷമെടുത്ത് ജഡത്തിൽ വെളിപ്പെട്ടു വന്നവനാണ് കർത്താവായ യേശുക്രിസ്തു. സത്യം മനസ്സിലാക്കി അതിൽ വിശ്വസിച്ച് നിത്യതയിൽ പങ്കാളികളാകുവാൻ ഏവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. നമ്മുടെ കർത്താവ് മനുഷ്യവർഗത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടി രക്ഷകനായി ജഡത്തിൽ വെളിപ്പെട്ട് ലോകത്തിലേക്ക് വന്ന സർവശക്തനായ ദൈവമാണ് നമ്മുടെ ദൈവം. അവനല്ലാതെ മറ്റൊരു ദൈവമില്ല. വിശുദ്ധ പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴെ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം മാത്രമാണ് രക്ഷ പ്രാപിപ്പാൻ മതിയായ നാമം. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം ചില നിമിഷങ്ങൾ തിരുവചനവുമായിട്ട് നിങ്ങളുടെ മുൻപാകെ നിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഇവന് ഭാഗ്യം നൽകിയത് കൊണ്ട് ദൈവത്തെ ദൈവമായി സ്തുതിക്കുന്നു. ദൈവം ആർ എന്ന ഹെഡിങ്ങോടുകൂടിയുള്ളതായ ഈ വിഷയം ഇവിടെ അവസാനിക്കുന്നില്ല. ഇത് 18ാമത്തെ ഭാഗമാണ്. തുടർന്നും ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയും. അതിനായിട്ട് ദൈവം ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവം തരുന്ന കൃപയ്ക്കൊത്തവണ്ണം നിങ്ങളുമായിട്ട് തിരുവചന സത്യം സംസാരിക്കുക എന്നുള്ളതാണ് എളിയവൻ്റെ ലക്ഷ്യം. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. നമ്മുടെ ദൈവം സർവശക്തനായ ദൈവമാണ്. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു വന്ന യേശുക്രിസ്തുവാണ്. അവനല്ലാതെ വേറൊരു ദൈവമില്ല. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, ഒരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗ കർത്താവേ, അല്പനിമിഷങ്ങൾ നിന്റെ വചനവുമായിട്ട് തിരുമുമ്പിൽ നിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവയുടെ അവന് ഭാഗ്യം നൽകിയത് കൊണ്ട് സ്തോത്രം. കർത്താവെ, സംസാരിക്കപ്പെട്ടതായ വിഷയം കേൾവിക്കാരായ ഓരോ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹവും നിത്യജീവനെ പ്രാപിക്കുവാൻ കാരണവുമായി തീരുവാൻ സഹായിക്കുമാറാവണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അടിയങ്ങൾക്ക് നൽകിയ എല്ലാ കരുണയ്ക്കും കൃപയ്ക്കും ദയയ്ക്കും ഒക്കെയായിട്ട് നിന്നെ സ്തുതിക്കുന്നു. ഈ ഗ്രൂപ്പിനെ അനുഗ്രഹിക്കണം. കർത്താവിൻ്റെ വിലയേറിയ ദാസന്മാരെ, ദൈവജനത്തെ എല്ലാവരെയും അനുഗ്രഹിച്ചാട്ടെ.
ഞങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും നിന്റെ സന്നിധിയിൽ തിരുനാമത്തിൻ്റെ മഹത്വത്തിനായി തീരുവാൻ സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തുതിക്കുന്നു. സകല മഹത്വവും ബന്ധിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് സ്തോത്രം.